ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്താണെന്നാണ് നോക്കുന്നത്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. അപ്പം ഈ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിനകത്ത് എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്, അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇൻ ദിസ് കേസ് വെരി ഈസി ടു പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ ഈച്ച് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾ കോസ്റ്റ്. ഓക്കെ, ഓൾ കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് അതർ ഓവർഹെഡ്. ഓക്കെ, അതർ ഓവർഹെഡ് ആർ ഡെബിറ്റഡ്. ഈ പറഞ്ഞ എക്സ്പെൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, പ്രോസസ് total cost of the process or total debit of the process is transferred to next process. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് പ്രോസസ്സിനകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, then output of the one process become the raw material of the subsequent process. അല്ലെ, ഇവിടെ പ്രോസസ് വണ്ണിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതെന്താണ്? ദിസ് വിൽ ബി ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് ടു ആസ് ഇൻപുട്ട്. അല്ലെ, ഇൻപുട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഔട്ട്പുട്ടിന് നമ്മൾ കൊടുക്കും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. At the end of each process, the cost per unit is obtained by dividing total cost by number of unit. അല്ലെ, നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇങ്ങനെ 10 എണ്ണം നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, 10 എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് വന്നിരിക്കുന്നത് എത്രയാണ്? 1000 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് പെർ യൂണിറ്റ് കോസ്റ്റ്. നമുക്ക് കാണാമല്ലോ, സിമ്പിൾ ലോജിക് അല്ലേ, കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു ഫോർമാറ്റ് നമുക്കൊന്ന് വരയ്ക്കാം. ഫോർമാറ്റ് വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, പ്രോസസ് അക്കൗണ്ട്. എത്ര കോളം കൊടുക്കണം പറഞ്ഞത്? Okay, so on the debit side, we will place direct material, place ചെയ്തു. Then ഇതെന്താണ്? യൂണിറ്റ് ആണ്. ഇത് യൂണിറ്റ് ആണ്. ഇതെന്താണ്? യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് എത്ര മെറ്റീരിയൽ വേണം? ഇത്രയും മെറ്റീരിയൽ. ഓക്കെ, എത്ര രൂപയുടെ? ദെൻ ഡയറക്റ്റ് വേജസ് നമ്മൾ എഴുതി. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് എഴുതി. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മളിവിടെ കാണിക്കും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർഹെഡ് ഒക്കെ നമ്മൾ കാണിക്കുന്നു പറഞ്ഞില്ലേ? ഓക്കെ, ഇനി അതർ എക്സ്പെൻസ് ഇഫ് എനി, നമുക്ക് മറ്റു തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കാണിക്കും. ദെൻ ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടും. ഇവിടെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, നമ്മൾ ടോട്ടൽ എടുത്ത് വിടുന്നു. ഇവിടെ എന്താണ്? ബൈ നെക്സ്റ്റ് പ്രോസസ്, അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ്. ബൈ നെക്സ്റ്റ് പ്രോസസ്, അടുത്ത പ്രോസസ്സിലേക്ക് എത്ര എണ്ണം ആയിരിക്കും? അപ്പം 10 എണ്ണം ആണെങ്കിൽ 10 എണ്ണം, കോസ്റ്റ് എത്ര? 1000 ആണെങ്കിൽ 1000. ഓക്കെ, ആണെങ്കിൽ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട് എങ്ങോട്ടേ പറഞ്ഞു? ഇതെന്താണ്? പ്രോസസ് അക്കൗണ്ട് 1 ആണ്. 2 ഉണ്ട്, 3 ഉണ്ട്. 3 കഴിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? ഫൈനൽ ആയിട്ട് മാറുള്ളൂ. അപ്പം ഇവിടുത്തെ നമ്പർ ഓഫ് യൂണിറ്റും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എടുത്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാം? പ്രോസസ് അക്കൗണ്ട്, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യാം? നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.